ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ പിക്സൽ ഓപ്പൺ ചെയ്യുക. അതിൽ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്യണം. ബ്ലാക്ക് ഓർ വൈറ്റ്, അതായിരിക്കും നല്ലത്. ഈ ലോഗോ റിവ്യൂവിൽ 4 വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഒന്ന് യൂട്യൂബ് സെർച്ചും മറ്റൊന്ന് ഗൂഗിളിൻ്റെ സെർച്ചായിട്ടുമുണ്ട്. അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഞാൻ ബ്ലാക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ വൈറ്റ് കളറായിരിക്കണം ടെക്സ്റ്റിന്. അപ്പം വൈറ്റ് തന്നെ സെലക്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഫോണ്ടിൽ നെവിസ് എന്ന ഫോണ്ടാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോഗോ ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ആദ്യം തന്നെ ഈ ലോഗോയും ഇതുപോലെ ലോഗോയുടെ അടിയിൽ നിങ്ങളുടെ പേര് കൊടുത്ത പോലെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാം. ഇമ്പോർട്ട് ചെയ്ത ലോഗോയും ആ ടെക്സ്റ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ലോഗോയും ഈ ടെക്സ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്കിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് കാണാൻ വേണ്ടി. അവസാനം സേവ് ചെയ്യുമ്പോൾ അത് വീണ്ടും വൈറ്റിലേക്ക് തന്നെ മാറ്റിയിട്ടാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇൻട്രോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് തന്നെ ആക്കുക. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സേവ് ഇമേജ് ചെയ്യുക. അതിൽ ഡയമെൻഷൻ അൾട്രയിൽ സേവ് ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു empty പ്രോജക്റ്റിൽ 16:9 റേഷ്യോയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ തന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് ആ ലിങ്കിൽ 4 വീഡിയോസും 2 ഓഡിയോയും ഉണ്ടാവും. ഇതാണ് ആ 4 വീഡിയോ. ഇതിന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുക്കുക. ഓഡിയോ രണ്ടും ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഇവിടെ ഗൂഗിളിൻ്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഇനി 01.1 എന്ന ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു സെർച്ചിങ്ങിന് വേണ്ടിയുള്ള നമ്മളുടെ ടെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ ചാനൽ നെയിം അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ടെക്സ്റ്റ് ഒന്ന് സൈസൊക്കെ ഒന്ന് ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ആ സെർച്ച് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ആക്കുക. അതിനുശേഷം കളറ് ബ്ലാക്ക് കളറിലേക്ക് മാറ്റുക. അടിയിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ആ ഷാഡോ ഉണ്ടാകും, ആ ഷാഡോ ഓഫ് ചെയ്യുക. പിന്നെ ഇൻ ആനിമേഷനിൽ ലെറ്റർ ബൈ ലെറ്റർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്നൊരു ആനിമേഷനാണ്, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ സ്പീഡ് 1.0 തന്നെ ആക്കുക.
അതിനുശേഷം ആ വീഡിയോയുടെ ഡ്യൂറേഷൻ 3.3 എന്ന അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് റൈറ്റിലേക്ക് ട്രിം ചെയ്യുക. അതിനുശേഷം 4.2 ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലോഗോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. പിന്നീട് ഈ ലോഗോ അതിൻ്റെ സൈസും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഏകദേശം സെൻറ്ററിലേക്ക് വെക്കുക. എന്നിട്ട് ഇൻ ആനിമേഷനിൽ പോപ്പ് ഔട്ട് വേർഡ് പറഞ്ഞൊരു ആനിമേഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ സ്പീഡ് 1.0 തന്നെ വെക്കുക. അതിനുശേഷം 6.5 ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം റൈറ്റിലേക്ക്, ആ ലോഗോയുടെ റൈറ്റിലേക്ക് ട്രിം ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇങ്ങനെയാണ്. ഇനി നമുക്കിതിന് ഓഡിയോ കൊടുക്കണം. അപ്പം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചിട്ട് 2 MP3 ഉണ്ടാവും. അതിൽ റൈറ്റിംഗ് കീബോർഡ് എടുക്കുക. ഇത് കുറച്ച് ലെങ്തിയാണ്, 18 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല. ആ സൗണ്ട് ഒന്ന് കേട്ടതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ലെഫ്റ്റിലേക്ക് ട്രിം ചെയ്യുക. അതിന് ശേഷം നമ്മളെ ലോഗോ ഇൻട്രോയിൽ ആ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഡയറക്ഷനിലേക്ക് അതിനെ മൂവ് ചെയ്യുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പിംഗ് എപ്പോൾ അവസാനിക്കുന്നത് ആ ഭാഗവും നിന്ന് റൈറ്റിലേക്ക് അത് ട്രിം ചെയ്യുക. ഇനി നൽകേണ്ടത് ആ സെർച്ച് ബട്ടണിൽ നിൽക്കുന്ന ആ ശബ്ദവും അതുപോലെ തന്നെ ലോഗോ ആയിട്ട് ആനിമേറ്റ് ആയിട്ട് വരുന്ന ആ ശബ്ദവുമാണ്. അത് ആ കറക്റ്റ് സെർച്ച് എന്നതിൽ മൗസ് പോയിൻ്റ് വരുന്ന അവിടുന്ന് മുതൽ അവിടെ ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൗണ്ട് എന്ന ഈ MP3 അതിലേക്ക് ആഡ് ചെയ്യുക. അത് പിന്നെ നമ്മൾ ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല, അത് കറക്റ്റാണ്. അവസാന ഭാഗം അത് മാത്രം ഒന്ന് ട്രിം ചെയ്താൽ മതി. അത് ആവശ്യമില്ലാത്ത ആ ഭാഗം റൈറ്റിലേക്ക് ട്രിം ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഫുൾ ക്വാളിറ്റിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുക.